ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലാകാം, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലാകാം, നിങ്ങളുടെ മറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ലൈഫിലാകാം, നിങ്ങളുടെ കരിയറിലാകാം, എന്ത് മാറ്റമാണ് ഉടൻ സംഭവിക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ് ആണ് പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇന്ന് ഓറക്കിൾ കാർഡ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ്. സോ ആദ്യം തന്നെ നിങ്ങൾ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക, മനസ്സിലുള്ള ചിന്തകളൊക്കെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏതൊരു ശക്തിയിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ ധ്യാനിച്ച ശേഷം മാത്രം റീഡിങ്ങിലേക്ക് കടക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് മീറ്റിംഗ് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്, മെമ്മറീസ് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്, വിഷ് ഫുൾഫിൽമെന്റ് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്, ദ വീൽ എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്, ലവ് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്, ഹെൽപ്ലെസ് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്, ട്രൂത്ത് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ന്യൂ ഡോർ എന്ന കാർഡാണ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർ, ചിലപ്പോൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ഒരുപാട് മെമ്മറീസ് ഈ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടാകാം. മേ ബി ഒരുപാട് കാലമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതേപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരുപാട് മെമ്മറീസ് ഒക്കെ പങ്കിട്ടിരുന്ന അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആയിരിക്കാം, മേ ബി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം. സോ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു മീറ്റിംഗ് ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയെ മീറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണുന്നത്. മേ ബി എന്തെങ്കിലും തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ജോബിന്റെ ഒരു കാര്യവുമാകാം. ഓക്കെ, അതായത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം. സോ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു, ആ ഒരു കാര്യത്തെ നിങ്ങൾ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ മെമ്മറീസ് എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ട്. മേ ബി ചില ആളുകൾക്ക് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പഴയ ഓർമ്മകളെ പുതുക്കുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങളുടെ ഓർമ്മകളിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഓർമ്മകളിൽ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ ആ പേഴ്സണെ കാണണമെന്നുള്ള ആ ഒരു ഓർമ്മകളുമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ഡ്രീം ചെയ്തിട്ടുള്ള, നിങ്ങളുടെ മെമ്മറീസിലുള്ള ഒരു കാര്യമാകാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു നാട്ടിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾക്ക് ആ ഒരു യാഥാർത്ഥ്യത്തിലോട്ട് എത്തിക്കാൻ സാധിക്കും എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ദ വീൽ എന്നുള്ള കാർഡ് തീർച്ചയായും ഒരു ചക്രം, അതായത് ഒരു ഭാഗ്യചക്രത്തെ കാണിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറി മറിയാൻ പോകുന്നു, അത് നിങ്ങൾക്ക് ഒരുപാട് വിഷ് ഫുൾഫിൽമെന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷകളെ നിങ്ങൾക്ക് ഉണർത്താൻ ഈ ഒരു മാറ്റം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു ആഗ്രഹങ്ങളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങളെയാണ് എനിക്കിവിടെ കൂടുതലും കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ദ ലവ് എന്നുള്ള കാർഡ്, ഒരുപാട് പേർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ, നിങ്ങളുടെ മാതാപിതാക്കളാകാം, സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരുന്ന ഒരു അവസ്ഥയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രൂ ലവിനെ നിങ്ങൾ കാണാനുള്ള സമയമായി, ഒരു പുതിയൊരു ഒരു ലവ് ബിഗിനിങ് ആയിരിക്കാം ചില ആളുകൾക്ക്. സോ ആ ഒരു ട്രൂ സോൾമേറ്റ്, അല്ലെങ്കിൽ ഒരു ട്രൂ ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ, ആ ഒരു പേഴ്സണെ കണ്ടുമുട്ടാനുള്ള ഒരു സമയമായി എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഹെൽപ്ലെസ് എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നിന്നിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതി നിന്നിരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഒരുപാട് ജോബിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് ഹെൽപ്ലെസ് ആയിട്ട് നിന്നിരുന്ന ഒരു
സിറ്റുവേഷൻ ഉണ്ടാകാം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആരും തുണയില്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കരുതി വളരെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്ന സമയം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. സോ അതിനൊക്കെയും ഒരു മാറ്റമാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ട്രൂത്ത് എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ട്. മേ ബി ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അറിയേണ്ടുന്ന ആ ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഒരു ട്രൂത്ത് നിങ്ങൾക്ക് വെളിവാകുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ട്രൂ ലവിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു പേഴ്സണെ കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിലേക്ക് വെളിവാകുന്നതായിരിക്കാം. സോ എന്ത് തന്നെയാണെങ്കിലും ഒരു ട്രൂത്തിനെ നിങ്ങൾ കാണാൻ പോകുന്നു, അഭിമുഖീകരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ എൻട്രി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ന്യൂ ഡോർ ആണ്. സോ ഒരു ന്യൂ ഡോർ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പൺ അപ്പ് ആകാൻ പോകുന്നത്. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുതിയ ഒരു വെളിച്ചത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നതായിരിക്കാം. ചിലപ്പോൾ പുതിയ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും. പുതിയൊരു കൺട്രിയിലോട്ട് നിങ്ങൾ പോകുന്നതായിരിക്കാം. മറ്റൊരു വിദേശ രാജ്യത്ത് നിങ്ങളിപ്പോൾ പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് പോസിബിൾ ആകാം. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു ന്യൂ ലവ്, മേ ബി ഒരു മാരേജ് പ്രപ്പോസലൊക്കെ വന്ന് നിങ്ങൾ പുതിയ ഒരു വിവാഹ ജീവിതത്തിലോട്ട് പോകുന്നതായിരിക്കാം. സോ അങ്ങനെയുള്ള എന്തൊക്കെയോ ഒരു ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. അത് ജോലി സംബന്ധമായ കാര്യമായിരിക്കാം, ചിലപ്പോൾ പുതിയ വീട് വെച്ച് മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുന്നതായിരിക്കാം, പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നതോ, പുതിയ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതോ, അല്ലെങ്കിൽ പുതിയ ഒരു കൺട്രി വിസിറ്റോ, അങ്ങനെ എന്തുമാകാം. ഓക്കെ, സോ ഒരു ന്യൂ ഡോർ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ഒരു ആഗ്രഹ പൂർത്തീകരണമാകാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് തരുന്ന ഒരു കാര്യവുമായിരിക്കാം എന്നാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ആകുന്ന, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാർമിക് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനവും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. കാരണം ഒരു ന്യൂ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹരേ കൃഷ്ണ.